ഈ കുട്ടികളിലേക്ക് അപ്പൊ ടീച്ചർ എങ്ങനെയപ്പോ സ്വന്തമായിട്ട് പഠിച്ചു വന്നതാണ്? സ്വന്തമായിട്ട് ആരുടെയും പഠിച്ചു. കീഴിൽ പഠിച്ചത്? ആരുടെയും കീഴിലില്ല. ഉള്ളിലുള്ള കല ഫുൾ കൂടിക്കെട്ടിയാൽ ശരിയാവില്ല. അത് പുറത്ത് കാണിക്കണം. വെറുതെ ഡയലോഗ് പറഞ്ഞിട്ടും കാര്യമില്ല. കളിക്കുമ്പോൾ ഉള്ളൊരു ത്രില്ല് വേറെ തന്നെ. അപ്പോൾ ഒന്ന് കളിക്കുമോ എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചു കഴിഞ്ഞാൽ കലയുണ്ടെങ്കിൽ കളിക്കും. കലയുള്ളവളാണെങ്കിൽ, കളിക്കാൻ അറിയുന്നവളാണെങ്കിൽ തീർച്ചയായിട്ടും കളിക്കും. പൈസ പഠിപ്പിക്കുന്നതിന് ഇതുവരെ 2 കൊല്ലമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ 2 കൊല്ലം പഠിപ്പിച്ചതിന് ഞാൻ പൈസ വാങ്ങിയിട്ടില്ല. വിമർശനം കാലിങ്ങനെ പൊട്ടിയിട്ട് സ്റ്റിച്ച് പൊട്ടിയിട്ട് ബ്ലഡ് ഒഴുകുക. ഫ്രാക്ചർ വെച്ച് ടീച്ചർ കളിച്ചു. ആർക്കും അറിയില്ല. വിമർശനങ്ങളൊക്കെ ഭയങ്കരമായിരുന്നു. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൂവ് ഒരാൾ കൊടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഈ ആലപ്പുഴ, എറണാകുളം സൈഡിലൊക്കെയാണ് ശരിയായ കൈകൊട്ടി കളിയുടെ ആശാന്മാരുള്ളത്. അവർക്കറിയാം കൈത്താളം, ചുവട്, ഇതിനെക്കുറിച്ചൊക്കെ. കൈത്താളത്തിനനുസരിച്ച് ചുവടുകൾ വേണം, വട്ടത്തിൽ തുടങ്ങി വട്ടത്തിൽ അവസാനിക്കണം, ഇതൊക്കെ ഇതിലുണ്ട് പാട്ടുകൾ. പക്ഷേ ഇന്നത്തെ കൈകൊട്ടിക്കളി മത്സരത്തിൽ അത് ഞാൻ കാണുന്നില്ല. കാളി കൊടുങ്കാളി കരിങ്കാളി കൊടുങ്കാളി, ഇതെന്ന് വെച്ചാൽ പ്രകൃതിയിലെ ദേവത. കാളി എന്ന് പറയുന്നത് ദേവിയാണ്. ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള, അപ്പോൾ അത് ചേർത്തിണക്കി കൊണ്ടുകൊള്ളുമെന്ന് അതിൻ്റെ ഇടക്കാന്ന് കൊണ്ടുപോയിട്ട് ഏത് കൊടുക്കുക, വെട്രിവേൽ മുരുകനുക്ക് ഹരോഹര. അപ്പോൾ അതൊരു മേച്ചാക്കുന്ന രീതിയിൽ കൊടുക്കാത്ത രീതിയിലാണ് കൈകൊട്ടിക്കളി വരുന്നത്. പക്ഷെ ആദ്യനായി അപ്പോൾ അതിനെ എനിക്ക് വിമർശിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ ഒരു ധാരണയുണ്ട് കൈകൊട്ടിക്കളി ഓണക്കളി ഒക്കെ ഒന്നാണെന്നുള്ളത്. ഒരുപാട് ധാരണയുണ്ട്. ഇപ്പം ഞാൻ ശരിയായ ധാരണയാണോ? അല്ല. കൈകൊട്ടിക്കളി എന്ന് പറയുന്നത് വട്ടക്കളിയാണ്. അത് 100% എടുത്തു പറയാം. നിറത്തിൻ്റെ പേരിലോ പുരുഷൻ ലിംഗഭേദത്തിലോ ഒരിക്കലും നമ്മൾ കലേനെ വിമർശിക്കാൻ വേണ്ടിയിട്ടില്ല. എൻ്റെ ഗുരുക്കൻ എന്ന് പറയുന്നത് പയ്യന്നൂർ കൃഷ്ണമാഷ, മഞ്ജുവാരുടെ ഗുരുനാഥ്. ഈ കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, ഇത്രയും സ്ഥലങ്ങൾ, വയനാട് കൂടി കൂട്ടാം, ഇത്രയും സ്ഥലങ്ങളിൽ ഈ കൈകൊട്ടിക്കളി, വട്ടക്കളി, വീരനാട്യം എന്ന് പറയുന്ന ഈ സംഭവം കളിക്കുന്നത് കൊട്ടിനല്ല പ്രാധാന്യം, കാല് പൊന്തിച്ച കളിക്കുന്നത്. അത് അംഗീകരിക്കാൻ എറണാകുളം, ആലപ്പുഴ ഈ സൈഡിലുള്ളവർക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. കുനിഞ്ഞ് നിന്നിട്ട് കളിക്കുന്ന പിന്നെ ഒപ്പനയും കൈകൊട്ടിക്കളി ഒന്നായാൽ പോരെ? ഒരിക്കലും അല്ല. ഒപ്പന, തിരുവാതിര, കൈകൊട്ടിക്കളി എന്ന് പറയുന്ന വട്ടക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അംഗീകരിക്കാം. പക്ഷെ തിരുവാതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല. സപ്പോസ് ഇന്ന് കുറ്റം പറഞ്ഞവർ തന്നെ നാളെ മറ്റൊരു സ്ഥലത്ത് പോയി അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, കണ്ടാ അന്ന് ആ ടീച്ചർ പറഞ്ഞിട്ടില്ല ഈ കാര്യം എന്ന് ചിന്തിക്കാം. മത്സരം കഴിഞ്ഞിട്ട് അമ്മ പറയും, മക്കളെ ഞാൻ ഈ എഴുതുന്ന പേപ്പർ എനിക്ക് അടുപ്പിൽ കൊണ്ടുപോയി കത്തിക്കാനില്ല. തിരുവാതിരയാണ് കൈകൊട്ടിക്കളി എന്ന് മൈക്കിലെ കൂടി അനൗൺസ്മെന്റ് ചെയ്യുന്ന ഒരു ജഡ്ജിൻ്റെ അടുത്ത് പബ്ലിക്കായിട്ട് അത് പറയുമ്പോൾ നിങ്ങൾക്ക് ആ മൈക്ക് എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വലിക്കാൻ വേണ്ടി പറ്റൂലല്ലോ. പിന്നെ ഒളിഞ്ഞു നിന്ന് വീഡിയോ എടുക്കുന്നവരുടെ അടുത്ത് പിന്നെ എന്ത് പറയാൻ വേണ്ടി പറ്റും? നമുക്കറിയുന്നില്ല. വീഡിയോ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നോക്കുന്നു, കാണുന്നത് എൻ്റെ മുണ്ട. അടുത്ത ദിവസം എടുക്കുന്നു, പിന്നെയും എൻ്റെത്. എന്ത് സെർച്ച് ചെയ്യുമ്പോൾ ഇത് തന്നെ ഒരു അടുപ്പിച്ചൊരു 4 ദിവസം കാണും. സ്വാഭാവികമായിട്ട് തോന്നിപ്പോവും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഈ തള്ളേനെ ഒന്ന് ഒഴിവാക്കാൻ പറ്റുമോ? തള്ള കണ്ണൂർ ജില്ലയിൽ 1 കൊല്ലം ഒരു ടീമിനെ പഠിപ്പിക്കും കണ്ണൂർ ജില്ലയിൽ. പിന്നെ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞതിൻ്റെ അപ്പുറത്തെ കൊല്ലം മുതൽ ഒരു ടീമിനെ പഠിക്കും. കാരണം എനിക്ക് പോയി വരാൻ പറ്റില്ല. ഞാൻ ബേസിക്കലി സ്കൂൾ ടീച്ചർ ആയതുകൊണ്ട് തന്നെ പറ്റൂല. അപ്പം എങ്ങനെ ടൈം കിട്ടുന്ന? സാറ്റർഡേ സൺഡേ സമയം കണ്ടെത്തും. ഉള്ളിലുള്ള കല കൂടിക്കെട്ടിയാൽ ശരിയാവില്ല. അത് പുറത്ത് കാണിക്കണം. വെറുതെ ഡയലോഗ് പറഞ്ഞിട്ടും കാര്യമില്ല. കളിക്കുമ്പോൾ ഉള്ളൊരു ത്രില്ല് വേറെ തന്നെയാണ്. നമ്മൾ ഇഷ്ടമുള്ള മേഖലയിൽ കുട്ടികളിങ്ങനെ ചെയ്യുമ്പം അറിയാതെ ഒന്ന് കാലിങ്ങനെ ചവിട്ടിയെങ്കും പോവും. അപ്പോൾ ഒന്ന് കളിക്കുമോ എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചു കഴിഞ്ഞാൽ കലയുണ്ടെങ്കിൽ കളിക്കും. കലയുള്ളവളാണെങ്കിൽ, കളിക്കാൻ അറിയുന്നവളാണെങ്കിൽ തീർച്ചയായിട്ടും കളിക്കും. അതാണ്. അപ്പോൾ പഠിപ്പിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കളിക്കുന്നവരും കൂടിയാണെങ്കിൽ പറയണ്ടല്ലോ. അവിടെ പണമൊന്നും നോക്കാനില്ല. പഠിപ്പിക്കുന്നതിന് പൈസയും ഞാൻ വാങ്ങയില്ല. അങ്ങനെയാണ് പഠിപ്പിക്കുന്നതിന് ഇതുവരെ 2 കൊല്ലമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ 2 കൊല്ലം പഠിപ്പിച്ചതിന് ഞാൻ പൈസ വാങ്ങിയിട്ടില്ല. ഇനി വാങ്ങാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇത് ഇന്ന് ഈ വേഷത്തിൽ വന്നിരിക്കുന്നത് പുനലൂർ എന്ന് പറയുന്നത്, പുനലൂർ സ്ഥലത്തിൻ്റെ പേരറിയില്ല. ഞാൻ പ്രതിഫലം ചോദിച്ചിട്ടില്ല. ഒരു പാവപ്പെട്ട കുട്ടികളാണ്. അപ്പോൾ അവരെനിക്ക് ഉടുക്കാൻ വേണ്ടി വാങ്ങി തന്ന സാരിയാണ്, ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ടീച്ചർ വാങ്ങൂല എന്നറിയാം, അതുകൊണ്ടാണ് നമ്മളെ വക കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അലീന മോളെ അലീന എന്ന പേര്. പരിപാടി കാണാൻ വേണ്ടി വരും അലീന. ബാക്കിയുള്ളൊരു പേര് ഞാൻ മറന്നുപോയി, പറയേണ്ടതായിരുന്നു. പക്ഷെ ഇത് തന്നെ, അതാ എനിക്കിഷ്ടമുള്ള കാര്യം. അതാ. പിന്നെ തന്നു കഴിഞ്ഞാൽ വാങ്ങാതിരിക്കൊന്നുമില്ല. കാരണം പൈസക്ക് ആവശ്യമില്ലാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ തന്നു കഴിഞ്ഞാൽ വാങ്ങും. പക്ഷെ അത് കുറവാണ്
അയ്യോ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അയ്യോ എനിക്ക് ഇൻസൾട്ടിങ് ആണ്, അങ്ങനത്തെ ഡയലോഗൊന്നും പറയുന്നില്ല. ഇള്ളി എന്താണോ അത് വാങ്ങും, കൂൾ അതിൽ നിൽക്കുന്നുണ്ട്. ഇനി നന്ന കുറവായിട്ടുണ്ടെങ്കിൽ ടീച്ചറെ കുറവാണോ, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ ഒരു 500 കൂടി ഇട്ട് തന്നേ എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്യലുണ്ട്. വന്നിട്ടുണ്ട് ഒരു തവണ മാത്രം, കാരണം അവർക്ക് എന്തോ ഒരു വിഷമം. നിങ്ങൾക്ക് അത്ര വിഷമം ഉണ്ടല്ലോ കിട്ടുന്നു, കുഴപ്പമൊന്നുമില്ല, ആയിക്കോട്ടെ ടീച്ചറെ സന്തോഷം, ഇത്ര ഇടട്ടെ അങ്ങനെ കിട്ടോ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അല്ലാതെ ഇങ്ങനെ അറിഞ്ഞ് തന്ന ആൾക്കാരുണ്ടോ? പിന്നെ ടീച്ചർ പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാതെ ഒരു 3 ദിവസം മുന്നേ ആലിങ്ങലമ്മ എന്ന് പറയുന്ന തൃശ്ശൂർ ടീം, അറിയാം, സിന്ധു, എനിക്ക് ഞാൻ അവരുടെ കൂടെ കഴിഞ്ഞ പരിപാടിക്ക് ഒരു മഴ സമയത്ത് പോയിട്ട് ചെയ്തിട്ടുണ്ടായി. കൊട പിടിച്ച് അന്ന് എനിക്ക് കാലിന്ന് ബ്ലഡ് ഇങ്ങനെ ഒഴുകാൻ, ഞാൻ പറഞ്ഞില്ല എനിക്ക് വിമർശനം, കാലിങ്ങനെ പൊട്ടിയിട്ട് സ്റ്റിച്ച് പൊട്ടിയിട്ട് ബ്ലഡ് ഒഴുകുക. പക്ഷേ എന്നോട് രാജീവേട്ടൻ പറഞ്ഞു ടീച്ചർ അവിടെ കാണണം എന്ന് പറഞ്ഞിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആയിക്കോട്ടെ കുഴപ്പമില്ല, എൻ്റെ വണ്ടി മിസ്സിങ്ങാ ട്രെയിൻ, അപ്പോൾ മിസ്സായതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അവിടെ പോയിട്ട് വരാം, മോനും ഉണ്ട്. അവിടെ എത്തി നോക്കുമ്പോഴത്തേക്ക് നല്ല മഴ, ഇവിടെ ചപ്പല് പൊട്ടിപ്പോയി, ഒരു രക്ഷയില്ല, കുടയെടുത്തില്ല, മകൻ കൂടെയുണ്ട്. അവിടെ എത്തിയ സമയത്ത് തന്നെ പുള്ളിക്കാരത്തി ഓടി, കമ്മിറ്റിക്കാരാണല്ലോ, അത് എന്നെ സ്വീകരിച്ചിട്ടൊന്നും പറഞ്ഞില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ ചോദിച്ചു പോയതാ, സിന്ധു. അപ്പം ഞാൻ അവിടെ പോയ സമയത്ത് കമ്മിറ്റിക്കാർ വേഗം മൈക്കെടുത്തിട്ട് നമ്മുടെ വിശിഷ്ട അതിഥി, ക്ഷണിക്കാതെ പോലും വന്നിട്ടുണ്ടായിരുന്ന വളരെ വിശിഷ്ട അതിഥി രേണുക ടീച്ചറുടെ വന്നിട്ടുണ്ട്. പറയുമ്പോഴത്തേക്ക് തന്നെ എല്ലാ ആൾക്കാരും ടീച്ചറെ സ്റ്റെപ്പ് ഡാൻസ് കളിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒട്ടും പറ്റില്ല, കാല് ഒന്ന് അവിടുത്തെ ആപത്ത്, ഒന്നിത് നടക്കൂല. അപ്പോൾ ആളുകൾ എൻ്റെ ടീച്ചർ അങ്ങനെ പറയല്ല ടീച്ചറെ, അപ്പം അങ്ങനെ പറയുമ്പോൾ ജാടയാൻ വിചാരിക്കൂലേ, മഴയും തുരുതുരാ മഴ. അപ്പോൾ സിന്ധു അവിടെ മൈക്കിൽ പോയിട്ട് പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ. ഫ്രാക്ചർ വെച്ച് ടീച്ചർ കളിച്ചു, ആർക്കും അറിയില്ല, വിമർശനങ്ങളൊക്കെ ഭയങ്കരമായിരുന്നു, ഒരു ഇഷ്യൂ ഇല്ല, അവർക്കൊക്കെ അറിയാം, സിന്ധുവിനൊക്കെ അറിയാം. അപ്പോൾ കളിച്ചു, വല്ലാണ്ട് അവർ തന്നെ വളരെ കഷ്ടപ്പെട്ടില്ല, സമ്മതിക്കണം, കാരണം ചളിയിൽ പൂണ്ടിട്ടാണ് മഴ കൊണ്ട്, എന്നിട്ട് ഒരു മിസ്റ്റേക്ക് ഇല്ലാതെ എത്ര പ്ലസൻ്റായിട്ടാണ് അവർ കളിച്ചതെന്നറിയാം. അപ്പോൾ എന്ത് ഭംഗിയാണ്, കൊറിയോഗ്രാഫി ഒന്നും പറയാനില്ല, അതിഗംഭീരം. അപ്പോൾ ഞാനും കളിച്ചു. കളിച്ച് 2 ദിവസം കഴിഞ്ഞ സമയത്ത് എൻ്റെ അഡ്രസ്സൊക്കെ ചോദിച്ചു മനസ്സിലാക്കി പുള്ളിക്കാരത്തി എനിക്കൊരു ഗിഫ്റ്റ് അയച്ചു തന്നു. ഞാൻ ഓണത്തിന് ഉടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് 2 ഗിഫ്റ്റ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫേവറേറ്റ്. എനിക്കൊരാൾ ഗിഫ്റ്റ് ഞാൻ അവിടെ ചോദിച്ചിട്ട് എൻ്റെ അച്ഛനും അമ്മയുടെ അടുത്ത് പോലും ഞാൻ ചോദിച്ചിട്ടൊന്നും വാങ്ങിയിട്ടില്ല, ഇന്നും വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. ഫാമിലി സ്റ്റോറീസ് ലോട്ട് ഓഫ് പറയുന്നില്ല. അപ്പോൾ അന്ന് എനിക്ക് ഒരു 2 ഗിഫ്റ്റ് കൊറിയർ, ഈ രേണുക ടീച്ചർ ഇങ്ങനെയല്ലേ, രേണുകയല്ലേ, ഒരു 2 കൊറിയറുണ്ട്. കൊറിയറാണ്, ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. നേരെ സ്കൂൾ വിട്ട് മോനെയും കൂട്ടി പോയി. അപ്പോൾ പഞ്ഞിക്കെട്ട് പോലെ ഓക്കെ വാങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എനിക്കൊരു ഏട്ടൻ യൂട്യൂബർ രാജീവേട്ടൻ, ഈ രാജീവേട്ടൻ്റെ ഹൗസ് വാമിംഗ് ആണെന്ന് പറഞ്ഞിട്ട് എൻ്റെ അഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇൻവിറ്റേഷൻ അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് വാങ്ങി 2 കൊറിയർ, അതിഗംഭീരമായിട്ടുള്ള 2 സാരി പുള്ളിക്കാരത്തിയുടെ ആടുന്നാൽ എൻ്റെ മുന്തി രസമാണ് കാണാൻ വേണ്ടിയിട്ടൊന്നും പറയാനില്ല. എനിക്കത് വലിയൊരു ഗിഫ്റ്റാണ്, പണമല്ല, പണത്തിലുപരിയാണ് ഒരു സ്നേഹ സമ്മാനം എന്ന് പറഞ്ഞിട്ട് ഞാനത് സ്റ്റാറ്റസ് ഇട്ടു. കാരണം മറ്റുള്ളവർക്ക് വിഷമം വരണ്ട. എന്നിട്ട് ഞാൻ പറയുകയും ചെയ്തു, സിന്ധു ഞാനിത് പറയും. അയ്യോ വേണ്ട പറഞ്ഞ് പറയും, സമയം കിടക്കുന്നു, ഇപ്പോഴും പറയും, ഇനി ഇത് ഉടുത്ത് വരുന്ന സമയത്തും ഞാൻ പറയും കേട്ടോ. ഒന്നും തോന്നിട്ട് അയ്യോ അന്നേരം ഞാൻ ചെറുതായി പോവാ. എന്ത് ചെറുത്? എന്നെ സംബന്ധിച്ചിടത്തോളം അല്ല, ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൂവ് ഒരാൾ കൊടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ്, പണത്തിനെക്കാട്ടും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ദൂരെയുള്ള ഞാൻ ആരും ആയിട്ടില്ല, കല കൊണ്ട് ഒരു ഡാൻസ് 2 സ്റ്റെപ്പ് കൊണ്ട് ആൾക്കാർക്ക് സന്തോഷം കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. ചിലവരത് വിമർശിക്കുന്നു, അതിലും വിമർശിക്കുന്നതിലും ഞാനൊന്നും പറയില്ല, അത് പിന്നീട് പറയാം. അപ്പോൾ ഇത്രയും ദൂരത്തേക്ക് കൂടി എനിക്കിങ്ങനെ കൊണ്ടുവന്ന് അവിടെ എത്തിച്ച് എൻ്റെ ബ്ലൗസിൻ്റെ അളവ് വരെ കറക്റ്റായിട്ട് ആക്കി തരുമെന്ന് പറയുമ്പോൾ ഞാൻ എത്ര ലക്കിയാണ്, ഭയങ്കര ലക്കിയാണ്. സിന്ധുവും എന്നാ പറയുക, അത് വലിയൊരു സന്തോഷമുള്ള കാര്യം, വലിയ സന്തോഷമുള്ള കാര്യം. അതാണ് ഇപ്പോൾ ഉള്ളിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു സന്തോഷം. ഈ കുട്ടികളിലേക്ക് അപ്പം ടീച്ചർ എങ്ങനെയാ അപ്പോൾ സ്വന്തമായിട്ട് പഠിച്ചു വന്നതാണ്? ആരുടെയും കീഴിൽ പഠിച്ചത്? ആരുടെയും കീഴിലില്ല. ഇപ്പം എറണാകുളത്തുള്ള ആശാന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട്, കാരണം കൈത്താളം പോയി വലിയ ആശയുണ്ട്. കാരണം എന്താ വെച്ചാൽ എന്നെ കൊണ്ട് പറ്റും, എനിക്ക് ഡാൻസ് കളിക്കാൻ ഇനിയും പറ്റും, കയ്യിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഒരു മാസ്റ്ററുടെ കീഴിൽ നിന്ന്, അതായത് ഈ ആലപ്പുഴ എറണാകുളം സൈഡിലൊക്കെയാണ് ശരിയായ കൈകൊട്ടി കളിയുടെ ആശാന്മാരുള്ളത്.
വട്ടക്കളി എന്നാണ് പറയുക കേട്ടോ, കൈകൊട്ടിക്കളി എന്നല്ല, വട്ടക്കളി. ഓക്കെ, അപ്പോൾ വട്ടക്കളിയുടെ ആശാന്മാരിൽ കുറേ കാര്യമുണ്ട്, ഒരുപാട് കാര്യമുണ്ട് കൈകൊട്ടിക്കളി. എനിക്ക് ഒരു 100-ൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50% കൈകൊട്ടിക്കളീനെ കുറിച്ചിട്ട് അറിയും. ശരിക്കും ബാക്കി കൂടുതലായിട്ട് അറിയണമെങ്കിൽ എറണാകുളത്ത് പറവൂർ സൈഡ്, പറവൂർ എന്ന് പറയുന്നില്ല, ശരിയായ ആശാന്മാരുണ്ട്, കുട്ടപ്പൻ ആശാൻ, അങ്ങനെ കുറേ ആശാൻ, വേലുപ്പൻ, കുറേ പേരുണ്ട്. ഇവർക്കൊക്കെ ആ പാട്ടുകൾ ഇവരെ ചിട്ടപ്പെടുത്തി അതിൻ്റെതായ രീതിയിൽ കൊണ്ടുപോകുന്നവരുണ്ട്. അവർക്കറിയാം കൈത്താളം, ചുവട്, ഇതിനെക്കുറിച്ചൊക്കെ. കൈത്താളത്തിനനുസരിച്ച് ചുവടുകൾ വേണം, വട്ടത്തിൽ തുടങ്ങി വട്ടത്തിൽ അവസാനിക്കണം, ഇതൊക്കെ ഇതിലുണ്ട് പാട്ടുകൾ. പക്ഷേ ഇന്നത്തെ കൈകൊട്ടിക്കളി മത്സരത്തിൽ അത് ഞാൻ കാണുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള പാട്ടുകളാണ്. ചില സ്ഥലത്ത് മംഗളമുണ്ട്, ചില സമയത്ത് മംഗളമില്ല. മംഗളത്തിൻ്റെ ആവശ്യം കൈകൊട്ടിക്കളിക്ക് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് തിരുവാതിരയിൽ വരുന്നതാണ്. വട്ടത്തിൽ തുടങ്ങി വട്ടത്തിൽ അവസാനിക്കുക, അതുണ്ട്. പാട്ടുകൾ, നാടൻ പാട്ടുകൾ, ഓണക്കളിപ്പാട്ട്, വട്ടക്കളിപ്പാട്ട്, ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാട്ടുകൾ പോലും കൈകൊട്ടിക്കളി. നാടോടി നൃത്തത്തിൻ്റെ ആ ഒരു ഇതിൽ വരുന്നതാണോ? നാടോടി നൃത്തമല്ല, നാടൻ പാട്ട്, കാർഷികപരമായിട്ടുള്ള ഗാനങ്ങൾ, അത്തരത്തിലുള്ള ചേർത്തുണ മണ്ണിൻ്റെ സ്പർശം, പ്രകൃതിയുടെ സ്പർശം, ഇത് ചേർത്തിണക്കിക്കൊണ്ടുള്ള പാട്ടുകളായിരിക്കണം. ഇപ്പോൾ ഇല്ലേ, കാളി കൊടുങ്കാളി കരിങ്കാളി കൊടുങ്കാളി, ഇതെന്ന് വെച്ചാൽ പ്രകൃതിയിലെ ദേവത. കാളി എന്ന് പറയുന്നത് ദേവിയാണ്, ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള. അപ്പോൾ അത് ചേർത്തിണക്കി കൊണ്ടുകൊടുന്ന് അതിൻ്റെ അടക്കാന്ന് കൊണ്ടുപോയിട്ട് ഏത് കൊടുക്കുക, വെട്രിവേൽ മുരുകനുക്ക് ഹരോഹര. അപ്പോൾ അതൊരു മേച്ചാക്കുന്ന രീതിയിൽ, കൊടുക്കാത്ത രീതിയിലാണ് കൈകൊട്ടിക്കളി വരുന്നത്. പക്ഷെ ആദ്യനായി അപ്പോൾ അതിനെ എനിക്ക് വിമർശിക്കാൻ പറ്റൂലല്ലോ. അവിടെ അവരാഗ്രഹിക്കുന്ന അതാണ്, ഓക്കെ കൂൾ. പക്ഷേ ചില സ്ഥലത്ത് അതല്ല. പക്ഷെ ഇത് കോമ്പറ്റീഷൻ രീതിയിലേക്ക് വരുമ്പോൾ തനതായിട്ട് തന്നെ വരുന്നത്. പക്ഷെ ചില നിയമാവലികളുണ്ട് കമ്മിറ്റിക്കാർ വെക്കുന്നത്. രാഷ്ട്രീയ പാട്ടും അശ്ലീല ഗാനങ്ങളും പാടില്ല, ഓക്കെ. ബാക്കിയെല്ലാം ഓക്കെ ആണല്ലോ. പ്രോപ്പർട്ടികൾ പാടില്ല, ഓക്കെ. ബാക്കി കാര്യങ്ങൾ ഏത് പാട്ടും കൊടുക്കാം. DJ സോങ് കൊടുക്കരുത്. അപ്പോൾ ഏത് പാട്ടും കൊടുക്കാന്ന് പറയുമ്പോൾ ഇപ്പം ഏത് കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണ് കഴിഞ്ഞ പരിപാടിക്ക് പോയ സമയത്ത് ഈ പാട്ടിട്ടിട്ടാണ് അടുത്ത ഏതാണ് വള്ളംകളി നന്ന ഇതുവരെ ചേർത്തുണക്കിക്കൊണ്ട് ചെയ്ത്. പക്ഷേ കുട്ടികൾ കളിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. നിയമാവലികൾ വേറെ ഒന്നും കൊടുത്തിട്ടില്ല, എന്ത് ചെയ്യും? കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് ക്വസ്റ്റ്യൻ മാർക്ക് വരും. കൊടുത്തു. പക്ഷേ ശരിയായ ചിട്ടാവട്ടങ്ങളോട് കൂടിയിട്ടുള്ള കൈകൊട്ടിക്കളി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എറണാകുളം ജില്ലയിലും ആലപ്പുഴയിലാണ് നടക്കുന്നത്. ടീമുകളുടെ പേര് ഞാൻ പറയുന്നില്ല, കാരണം എറണാകുളത്ത് ഞാൻ ഇരുന്നില്ല, അടുത്ത് തന്നെ ഇരിക്കും. അപ്പോൾ അത് ബാധിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ കണ്ടതും കാൽച്ചുവടും കൈത്താളവും, ഒയ്യോ, അത് ചിലവർ വിമർശിക്കലുണ്ട്. കുട്ടികൾ ബെൻഡ് ചെയ്തിട്ട് കളിക്കും, കൊട്ടി നീ വരും. അപ്പോൾ ഇവരോട് ഇതെന്താ ഇങ്ങനെ ബെൻഡ് ചെയ്ത് കളിക്കുന്നത്, ഇങ്ങനെയാണോ കാണിക്കേണ്ടത്? കൈകൊട്ടിക്കളിക്ക് കൈകൊട്ടാണ് ശരിയായ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അത് അറിയാത്തവർ അതിനെ വിമർശിക്കും. അപ്പോൾ അത് കണ്ടുവരുന്നത് ഈ 2 ജില്ലയിലാണ്. ഞാനത് ചില സമയത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്, ശരിയായ കൈകൊട്ടിക്കളി ഇതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല ടീമുകളും ചോദിച്ചു നമ്മളതല്ലേ, അല്ല, കൈകൊട്ടിക്കളി അതാണ്. പക്ഷേ ഇവിടെ നിയമാവലികൾ വെക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് തന്നു. അതിനെനിക്കൊന്നും പറയാനില്ല. അപ്പം അതിനൊരു ചിട്ടയായിട്ടുള്ള നിയമമില്ല, ഇല്ല, ഇതുവരെ എന്നുള്ള രീതിയിൽ ആരും കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ ഉണ്ട്, പണ്ട് കാലത്തുള്ളവർ അതിൻ്റേതായ രീതിയിൽ ആ പാട്ടിനൊക്കെ, എനിക്ക് അത്ര അറിയില്ല അതിനെക്കുറിച്ചിട്ട്, എന്നാലും അറിയണം, അറിഞ്ഞേ പറ്റും. അപ്പോൾ വളരെ കാച്ചിക്കുറുക്കിയ രീതിയിൽ അതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓണക്കളിപ്പാട്ട് എന്നുള്ള രീതിയിൽ കാസർഗോഡൊക്കെ ഓണക്കളി സമയത്ത് ധാരണയുണ്ട് കൈകൊട്ടിക്കളി ഓണക്കളി ഒക്കെ ഒന്നാണെന്നുള്ളത്. ഒരുപാട് ധാരണയുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ശരിയായ ധാരണയാണോ? അല്ല, കൈകൊട്ടിക്കളി എന്ന് പറയുന്നത് വട്ടക്കളിയാണ്. അത് 100% എടുത്തു പറയാം. കൈകൊട്ടിക്കളി എന്ന് പറയുന്നത് വട്ടക്കളി എന്നുള്ള പേരിൽ അറിയാം. വട്ടക്കളിയാണ് കൈകൊട്ടിക്കളി എന്നറിയപ്പെടുന്നത്. പക്ഷേങ്കിൽ അതുകൊണ്ടാണ് വട്ടത്തിൽ തുടങ്ങി വട്ടത്തിൽ അവസാനിക്കണം എന്ന് പറയുന്നത്. അതുമാത്രം എല്ലാവരും ചെയ്ത് കാണുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കുറേ രീതിയിൽ 2 റൗണ്ട്, പ്രോപ്പർട്ടി റൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് 2 രീതിയിൽ പല സ്ഥലത്തും അതൊക്കെ നമ്മൾ തന്നെ മാറ്റം വരുത്തുന്ന കാര്യമല്ല. കാരണം ഒരു ഇൻട്രസ്റ്റിംഗ് അരങ്ങേറ്റിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, പ്രായപരിധിയില്ല. പുരുഷന്മാർ ആലോചിച്ച് നോക്കിയേ, കോമ്പറ്റീഷനിൽ ആൺകുട്ടികൾക്ക് വേറെ തന്നെ മത്സരം, പെൺകുട്ടികൾക്ക് വേറെ തന്നെ മത്സരം. പക്ഷെ ഭരതനാട്യം വരുന്ന സമയത്തും കുച്ചിപ്പുടി വരുന്ന സമയത്തും ഉണ്ടാവുന്നില്ല. ചില സ്ഥലത്ത് ചില സമയത്ത് കേരളോത്സവം ഏതൊക്കെയോ അതിൻ്റെ കറക്റ്റ് നിയമാവലികൾ ഓർമ്മയില്ല. മോഹിനിയാട്ടത്തിനൊക്കെ ഇപ്പോൾ പുരുഷന്മാർക്ക് പങ്കെടുക്കാൻ പറ്റില്ലല്ലോ. ഇല്ല,
മോഹിനിയാട്ടം കളിക്കാൻ തോന്നുന്നു. ലാസ്യ കലാരൂപ മോഹിനിയാട്ടം എന്ന് പറയുന്നത്. അപ്പൊ പക്ഷെ പഠിപ്പിക്കുന്നതിന് കുഴപ്പമില്ല. കണ്ടിട്ടില്ലേ നമ്മളെ കലാമണ്ഡലത്തിലെ നമ്മളെ രാമകൃഷ്ണൻ സാറ് നല്ല രീതിയിൽ പഠിപ്പിക്കും. പക്ഷെ എങ്കിൽ ലാസ്യ കലാരൂപമാണ്. പക്ഷെ അതിലും സാറ് കുറെ വിമർശനങ്ങളൊക്കെ നേരിട്ടു. പിന്നെ എന്താ, പക്ഷെ എന്തിനാ അങ്ങനെ വിമർശിക്കേണ്ട കാര്യം? എത്ര മനോഹരമായിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതൊക്കെ ആഭാസമാണ്. അതിനൊന്നും ഞാനൊന്നും പറയില്ല. അതും പറഞ്ഞ വ്യക്തിയും വളരെ വളരെ ശ്രദ്ധ ചെലുത്തിയിട്ടുള്ള ഒരു കലാകാരിയാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല. അവരൊന്നും ഏഴേലത്ത് ഞാനൊന്നും എത്തിയില്ല. എന്നാൽ പോലും നിറത്തിൻ്റെ പേരിലോ പുരുഷൻ ലിംഗഭേദത്തിലോ ഒരിക്കലും നമ്മൾ കലേനെ വിമർശിക്കാൻ വേണ്ടി പാടില്ല. എൻ്റെ ഗുരുക്കൻ എന്ന് പറയുന്നത് പയ്യന്നൂർ കൃഷ്ണമാഷാണ്, മഞ്ജുവാരുടെ ഗുരുനാഥൻ. പയ്യന്നൂർ കൃഷ്ണമാഷ്, അതുപോലെ കലാമണ്ഡലം വിമല ഇപ്പം ജീവനോടെയുള്ളവർ, പിന്നെ ജസീന്ത ടീച്ചർ, ചീമോ ടീച്ചർ, ഇവർക്ക് എൻ്റെ ഗുരുക്കന്മാർ ഇന്നും ഉണ്ട്. പക്ഷേ നമ്മൾ പഠിക്കുന്ന സമയത്ത് യൂട്യൂബില്ല. അതായത് ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടല്, ഫോട്ടോ എടുത്തിട്ട് യൂട്യൂബിൽ ഇതൊന്നും നമ്മൾ പഠിക്കുമ്പോൾ ഇല്ല. പക്ഷേ എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്നോട് പലരും ചോദിച്ചു, ഇവളെ ആരാ പഠിപ്പിച്ചത്, ഇവള് ഇവിടുത്തെ ടീച്ചറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, പറഞ്ഞോട്ടെ, അത് മാറ്റാൻ നമ്മൾ വായിനെ കൊണ്ട് മാറ്റണ്ടല്ലോ. എൻ്റെ ഗുരുക്കന്മാരെ ഞാനൊന്ന് നാട്ടിനെ അറിയിപ്പിക്കാം. അപ്പോൾ അവരെ ഞാൻ പറഞ്ഞു എല്ലാവരോടും, മാഷേ ഞാൻ ഒന്നും കൂടി വരട്ടെ എന്നാ, നീ ഇങ്ങോട്ട് വാ എന്നാ പറയുന്നത്. പക്ഷെ എനിക്ക് സമയം കിട്ടുന്നില്ല. കാരണം എൻ്റെ ഗുരുക്കന്മാർ അന്ന് യുവത്വമാണ്, ഇന്ന് കുറച്ച് ഏജ്ഡാ. അപ്പോൾ അവർക്ക് എൻ്റെ സമയത്തിന് അവർക്ക് പറ്റൂല. പക്ഷേ ഞാനത് സമയം കണ്ടെത്തി അവരുടെ കൂടെ ഒന്നും കൂടി ആ പഠിപ്പിച്ച ചുവടുകൾ ചെയ്യും എന്നുള്ള ഒരു കാര്യം ദൃഢപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഓണത്തിനുള്ളിൽ ചെയ്യും. അന്ന് ഞാൻ ഇടും. അപ്പോൾ എല്ലാ സപ്പോർട്ടും അഭിരാമിയും എല്ലാവരും ചെയ്യണം. അതുപോലെ തന്നെ എനിക്ക് വേറെ സംശയമുള്ളതാണ്, ഈ വീരനാട്യം എന്ന് പറഞ്ഞാൽ എന്താ? വീരനാട്യം എന്ന് പറയുന്നത് കൈകൊട്ടിക്കളി തന്നെയാണ് വീരനാട്യം എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ കൈകൊട്ടിക്കളീനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് മാത്രമേ വീരനാട്യം എന്നുള്ള ഒരു പേര്, വീരനാട്യം എന്നുള്ള പേര് കൊണ്ടുവന്നതേ ഉള്ളൂ. കൈകൊട്ടിക്കളി തന്നെയാണ് വീരനാട്യം. പക്ഷെ ചില സ്ഥലത്ത് ഈ തിരുവനന്തപുരം സൈഡിൽ പോസ്റ്റർ ഇടുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കൈകൊട്ടിക്കളി മത്സരം എന്നല്ല ഇടുക, വട്ടക്കളി മത്സരം എന്നല്ല ഇടുക, വീരനാട്യം വലിയ പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. പക്ഷേ എന്താ വീരനാട്യം? കൈകൊട്ടിക്കളിയാണ് വീരനാട്യം. കൊട്ടിക്കളി, വട്ടക്കളി ഇത് തന്നെയാണ് വീരനാട്യത്തിൽ പറയുന്നത്. പക്ഷേങ്കിൽ അതിൽ കുറച്ചും കൂടി ഉണ്ട്, ചുവടുകൾക്ക് പ്രാധാന്യം കൂടുതൽ വരുന്നത് വീരനാട്യത്തിലാണ്. ചുവടുകൾക്ക് പ്രാധാന്യം. പക്ഷേ ഓരോ സൈഡിൽ, അതായത് ഈ കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് ഇത്രയും സ്ഥലങ്ങൾ, വയനാടും കൂടി കൂട്ടാം, ഇത്രയും സ്ഥലങ്ങളിൽ ഈ കൈകൊട്ടിക്കളി, വട്ടക്കളി, വീരനാട്യം എന്ന് പറയുന്ന ഈ സംഭവം കളിക്കുന്നത് കൊട്ടിനല്ല പ്രാധാന്യം, കാല് പൊന്തിച്ചാണ് കളിക്കുന്നത്. അത് അംഗീകരിക്കാൻ എറണാകുളം, ആലപ്പുഴ ഈ സൈഡിലുള്ളവർക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റൂല. കാരണം കൈ കൊട്ടിക്കളി എന്നുള്ളതിൽ തന്നെ ഇല്ലാന്ന്, വട്ടക്കളി എന്നുള്ളതിൽ തന്നെ വരുന്നതാണ്, കൊട്ടിനാണ് പ്രാധാന്യം എന്നുള്ളത്. പക്ഷെ അവിടെ വരുന്നത് കാല് പൊന്തിച്ചിട്ടുള്ളതാണ്, കാല് പൊന്തിച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ഓരോ ജില്ലയിലും ഓരോ രീതിയിലാണ് വീരനാട്യത്തിനും കൈകൊട്ടിക്കളി കൃത്യത നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യത്തിൽ ഉറപ്പ് പറയാം, ചുവടുകൾക്ക് പ്രാധാന്യം കൂടുതലുള്ളതാണ് വീരനാട്യം. ചുവടുകൾക്ക് ഏറ്റവും കൂടുതൽ. കൈകൊട്ടിക്കളി, വട്ടക്കളി, വീരനാട്യം മൂന്നും ഒന്ന് തന്നെയാണ്. പക്ഷെ പല രീതിയിൽ പറയപ്പെടുന്നു. നോട്ടീസ്, ഫ്ലക്സിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ അറിയപ്പെടുന്നു. ഈ ഒരു നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ തന്നെ കൈകൊട്ടിക്കളി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താലും വരുന്നത് വീരനാട്യം. പിന്നെ അത് മാത്രമല്ല, പഴയ ആൾക്കാർക്ക്, അതായത് കാർഷിക മേഖലയിലുള്ള ആൾക്കാർക്ക് വട്ടക്കളി എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് അറിയും. പിന്നെ ചില തലമുറകളിൽ അറിയാം ഓണക്കളി എന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ. ഓണക്കളി അപ്പോൾ ഓണത്തിന് പാടി വരുന്ന കളിയാണെന്ന് പറയും. അല്ല, ഓണക്കളി എന്ന് പറയുന്ന ഓണത്തിന് പാടി വരുന്നൊന്നല്ല. ഓണക്കളി വേറെ തന്നെ, ഓണപ്പാട്ട് വേറെ. ഓണപ്പൂവേ പൂവേ പൂവേ പുലി ഇതൊക്കെ ഓണപ്പാട്ടുകൾ. ഓണക്കളി വേറെ തന്നെ, അതും ഉണ്ട്. തലമുറകളായിട്ട് പഴക്കം ചെന്നിട്ടുള്ള പഴയ ഇല്ലത്തുള്ളവർ, അത് ഒരുപാടുണ്ട്. തിരുവാതിര റിലേറ്റ് ചെയ്യാൻ വേണ്ടി ഏത് ഓണക്കളിയും തിരുവാതിരയും റിലേറ്റ് ചെയ്യാം. കൈകൊട്ടിക്കളി ഇല്ല. എനിക്കതിനെ പറ്റി ഒരു ബേസ് ഇല്ലാത്തത് കൊണ്ട് ഞാനിത് ഒരു പഠിപ്പിക്കുന്ന ഒരു വ്യക്തിനോട് തന്നെയാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത് കൈകൊട്ടിക്കളിയും തിരുവാതിര ഒന്നാണ്. കാരണം ഈ കൈകൊട്ടിക്കളി കുമ്മികളി എന്നുള്ള പേരിലും അറിയപ്പെടും. കൈകൊട്ടിക്കളിയല്ല, തിരുവാതിരയിലാണ് കുമ്മി ഉള്ളത്. തിരുവാതിരയിൽ മംഗളം, കുമ്മി, വള്ളംകളി ഇതൊക്കെ വരുന്നത് തിരുവാതിരയിലാണ്. കൈകൊട്ടിക്കളിയിൽ അത് വരുന്നില്ല. പക്ഷെ കൈകൊട്ടിക്കളിയിൽ ചില ജില്ലകളിൽ നോട്ടീസിൽ വെക്കും, മംഗളം ഉണ്ടാവണം,
മംഗളം എന്ത് ചെയ്താലും ഉണ്ട്. പക്ഷെ ചില സ്ഥലത്ത് അതിനൊന്നുമില്ല. ഞങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലബാർ ഏരിയയിലോ അല്ലെങ്കിൽ എറണാകുളത്തും എനിക്ക് തോന്നുന്നില്ല മംഗളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തുടക്കം വട്ടത്തിലായിരിക്കണം, അവസാനിക്കുന്നതും വട്ടത്തിലായിരിക്കണം, ഒന്ന് മാത്രമേ ഉള്ളൂ. മംഗളത്തിന് പ്രാധാന്യമൊന്നുമില്ല. ചില ജഡ്ജസ്, പേര് പറയില്ല, ചില ജഡ്ജസ് ചില സമയത്ത് മൈക്കെടുത്തിട്ട് പറയുന്നുണ്ട് കൈകൊട്ടിക്കളി എന്ന് പറയുന്നത് തിരുവാതിരയാണ്, ഞങ്ങളെ ജില്ലയിൽ അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഒരിക്കലും അല്ല കേട്ടോ. തിരുവാതിര വേറെയാണ്, കൈകൊട്ടിക്കളി വേറെയാണ്. എന്നാൽ പിന്നെ അറിയില്ലാത്ത ആൾക്കാർക്ക് കൺഫ്യൂഷൻ. പിന്നെ കാരണം ജഡ്ജ്മെന്റിലും അതുപോലെയുണ്ട്. അറിയാത്ത ഒരാൾ പോയിട്ട് ഒരു സ്ഥലത്ത്, ഇപ്പോൾ ഞാൻ പറയട്ടെ, എറണാകുളം ജില്ലയിൽ ഞാൻ പറഞ്ഞു ഒരുപാട് ആശാന്മാരില്ല. അപ്പോൾ ഇത്രയും ആശാന്മാരുള്ള സമയത്ത് ഞാൻ കാസർഗോഡ് മാത്രം ജഡ്ജ്മെൻറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, വേറെ എവിടെയും ചെയ്യാതെ കാസർഗോഡ് മാത്രം ജഡ്ജ് ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് എറണാകുളം ജില്ലയിൽ വന്നിട്ട് ജഡ്ജ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ, അറിയാത്ത ഒരാൾ, എന്ത് കാണാത്ത ഒരാളാണെങ്കിൽ ഒരിക്കലും കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റൂല. ആ കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും ഉത്തരം പറയാൻ വേണ്ടി പറ്റൂല. എനിക്കുണ്ടായിട്ടുണ്ട് ഒരു അനുഭവം. BB ഫാമിലി എന്ന് പറഞ്ഞിട്ടൊരു കൈകൊട്ടിക്കളി, BB അങ്ങനെയാണ്, കായംകുളം 14 ജില്ലകളുടെ ടീമുകൾ വെച്ച്. അപ്പോൾ അന്ന് എറണാകുളത്തുള്ളൊരു കുട്ടികൾ വന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ വിഷമമുള്ളൊരു സന്ദർഭം അതേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ വളരെ നന്നായിട്ട് കളിച്ചു കുട്ടികൾ. പക്ഷേ ഞാൻ ഒരു ജഡ്ജല്ല, 2 ജഡ്ജസാണ്. അപ്പോൾ ആ ജഡ്ജിൻ്റെ തീരുമാനം കൂടി എനിക്ക് പരിഗണിച്ചേ പറ്റൂ. മാം പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറച്ച് തെറ്റുകളായിപ്പോയി. ആ തെറ്റുകൾ വന്നേരം ഞാൻ കുറേ വിമർശനങ്ങൾ സഹിക്കേണ്ടി വന്നു. പക്ഷേ ആ കുട്ടികൾ പറഞ്ഞാൽ എനിക്ക് ആ കുട്ടികളെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്ത, പക്ഷേ കഴിഞ്ഞതിന് ശേഷം വിമർശനം കൂടുതൽ എനിക്ക് വന്നേരം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കുട്ടികൾ പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. കാരണം ആ കുട്ടികൾ അത്രയും നന്നായിട്ട് കളിച്ചു, പക്കാ കോറിയോഗ്രാഫി. പക്ഷേ ടീമുകളിലെ എല്ലാവരും ഒരുപോലെ കളിച്ചില്ല, അതൊരു ഫോൾട്ട് തന്നെ. എല്ലാവരും ഒരുപോലെ കളിക്കണം, അത് ഫോൾട്ട് തന്നെയാണ്. പക്ഷേ ആ കോറിയോഗ്രാഫീൻ്റെ 7 അയലത്താടിയിലൊന്നും വന്നില്ല. അപ്പോൾ അത് പിന്നീട് എനിക്ക് മനസ്സിലായ എറണാകുളം ടീമാണ് കളി എന്ന് വെച്ചാൽ തെറിക്കൽ. അപ്പോൾ ആ മക്കൾ പറഞ്ഞു ടീച്ചർക്ക് എന്താണെന്ന് അറിയോ, ടീച്ചറെ നമുക്ക് ഒരുപാട് റെസ്പെക്റ്റ് ഇല്ലായിരുന്നു, എന്താണെന്ന് അറിയോ ടീച്ചറെ എന്ന് ചോദിച്ചു. ആ ചോദ്യം കേട്ട സമയത്ത് ഞാൻ പറഞ്ഞു മക്കളെ, ഞാൻ എറണാകുളത്ത് ഇരുന്നിട്ടില്ല, പക്ഷേ ആധികാരികമായിട്ട് അവിടുത്തെ ആശാന്മാരോട് ചോദിച്ച് കണ്ട് കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്, കണ്ടു. ഇനി അവിടെ വന്നിട്ട് വേണമെങ്കിൽ നിങ്ങളെ കൂടെ പെർഫോം ചെയ്യണോ, വേണമെങ്കിൽ ചെയ്ത്. നമ്മൾ അതൊന്നും വേണ്ട ടീച്ചറെ, ടീച്ചർ മനസ്സിലാക്കിയില്ലല്ലോ, ടീച്ചർക്ക് നമ്മളേൽ അങ്ങനെ ഒരു സന്തോഷം. അതുകൊണ്ട് എറണാകുളം സൈഡിലുള്ള കൈകൊട്ടിക്കളീനെ കുറിച്ചിട്ട് പറയണം എന്നുള്ളവർ അത് കണ്ടും മനസ്സിലാക്കിയിട്ട് മാത്രമേ പറയാൻ പാടുള്ളൂ. പെർഫെക്റ്റ്. അവിടെയുള്ള ആശാന്മാർ പഠിപ്പിക്കുന്നതിൻ്റെ 7 അയലത്ത് ആർക്കും കൈകൊട്ടിക്കളീനെ കുറിച്ചിട്ട് അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കും പറ്റൂല. ഉള്ള പറയുന്നതിൽ എന്താ, കാരണം പാട്ടുകൾ പോലും ചിലത് ചിട്ടപ്പെടുത്തുന്നത് എറണാകുളത്തുള്ള ചില ആശാന്മാരാണ്. അത് പാടാൻ ഓക്കെ, ഗായകന്മാരെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് പാടാൻ വേണ്ടി പറയാം. പക്ഷേ പാട്ട് ചിട്ടപ്പെടുത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ആ പാട്ടുകളുടെ വരികളും കൂടി എടുത്തിട്ടാണ് നമ്മൾ ഏതിലേക്ക്, കൈകൊട്ടിക്കളി, അതായത് വീരനാട്യത്തിലേക്ക് കൊണ്ടുപോകുക. പക്ഷേ തിരുവാതിരയും കൈകൊട്ടിക്കളിയും രണ്ടും രണ്ടാണ്. അത് പക്ഷെ ഒരുപാട് പേര് അങ്ങനെ പറയുന്നുണ്ട്. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഒരു ജഡ്ജ്മെന്റിന്റെ സമയത്ത് ഒരു ജഡ്ജ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ജഡ്ജ് ഇന്നും പറയുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ ആ ജഡ്ജ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഇടിയെല്ലാം തിരുവാതിര തന്നെയാണ് കൈകൊട്ടിക്കളിയപ്പ. പക്ഷേ അല്ല, ആ ജഡ്ജ് പറഞ്ഞു. പക്ഷെ അവിടെ കണ്ടു നിന്നിട്ടുള്ളവർ പോലും ജഡ്ജിനെ തിരിച്ചൊന്നും പറയാൻ വേണ്ടി നിന്നിട്ടില്ല. പക്ഷേ അത് തെറ്റാ, അതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. തിരുവാതിരയിൽ നമ്മൾ ഇതെടുത്ത് ഇങ്ങനെ എടുക്കുന്നുണ്ട്, പക്ഷേ കൈകൊട്ടിക്കളിയിൽ വരുന്ന സമയത്ത് അതല്ല വരുന്നത്. ഈ വെച്ച് വീശി അടി, അടി, ഇതൊക്കെയാണ് വരുന്നത്. അത് കാണികൾക്കല്ല, ഇത് ഇച്ചിരി സെൻസറിൽ എല്ലാവർക്കും എടുക്കാൻ വേണ്ടി പറ്റും. പറയുന്നതിലെന്താ. അതുകൊണ്ട് ഒരിക്കലും എന്നാൽ പിന്നെ ഒപ്പനയായാൽ പോരെ, ഒപ്പനക്കല്ലേ കുനിഞ്ഞ് നിന്നിട്ട് കളിക്കുന്നത്, എന്നാൽ പിന്നെ ഒപ്പനയും കൈകൊട്ടിക്കളി ഒന്നായാൽ പോരെ. ഒരിക്കലും അല്ല. ഒപ്പന, തിരുവാതിര, കൈകൊട്ടിക്കളി എന്ന് പറയുന്ന വട്ടക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും അംഗീകരിക്കാം. പക്ഷേ തിരുവാതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല. തിരുവാതിരയിലെ മംഗളം ചില ടീമുകൾ കൈകൊട്ടിക്കളിയിലേക്ക് എടുക്കുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇത്രയേ ഉള്ളൂ. ഈ കളിയൊക്കെ ഹൈന്ദവ ആ ഒരു ആചാരപ്രകാരം തന്നെയാണ് പോകുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള മതങ്ങളെയും മറ്റ് എല്ലാ മതക്കാർക്കും പറ്റുന്ന രീതിയിലുള്ളതാണ് കൈകൊട്ടിക്കളി. കൈകൊട്ടിക്കളിയല്ല, ഒപ്പന ആയിക്കോട്ടെ, ഇന്ന മതക്കാർക്കേ കളിക്കാൻ വേണ്ടി പറ്റുമോ? കലക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയം ഇല്ലല്ലോ. കൈകൊട്ടിക്കളിയിൽ ഞാനത് അവരങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇത് ഹിന്ദുക്കൾക്ക് മാത്രമേ പറ്റുള്ളൂ, നമ്മുടെ ഹിന്ദുക്കളുടെ കഥയാണ് ഇതിനകത്ത് പറയുന്നതെന്നൊക്കെ പറയുന്നു. വിശ്വാസങ്ങൾ വരുന്നുണ്ട്, ഹൈന്ദവ വിശ്വാസങ്ങൾ, ദ്രാവിഡ വിശ്വാസവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. തിരുവാതിര
തിരുവാതിര, അതായത് കേട്ടിട്ടില്ലേ, ഓണനാളുകളിൽ സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങി ഓണപ്പൂക്കളൊക്കെ ഇടുന്ന വട്ടത്തിൽ നിന്നിട്ടാണ് തിരുവാതിര. തിരുവാതിര കളിച്ച കല്യാണം നടക്കുന്നൊക്കെ മാംഗല്യ സൗഭാഗ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് പണ്ട് കാലത്തെ സ്ത്രീകൾ ഒരുപാട് വ്രതം നോറ്റിട്ടൊക്കെയാണ് തിരുവാതിര കളിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം മാംഗല്യ സൗഭാഗ്യം കൂടും എന്നൊക്കെ പറഞ്ഞു കേട്ടു. ഞാനും എൻ്റെ മുത്തശ്ശിമാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ നമ്മളിപ്പോൾ മത്സരവേദികളിൽ ഇപ്പോൾ എൻ്റെ കൂടെ ഞാൻ പറയാം, ഞാൻ 7ാം ക്ലാസ്സിൽ എന്നെ മിജ എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ് തിരുവാതിര പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ കൂടെ ഞാൻ മാത്രമേ ഒരു ഹിന്ദു കുട്ടി ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാം മുസ്ലിം കുട്ടിയായിരുന്നു. ഞങ്ങൾക്കാണ് ഫസ്റ്റ് അടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നും എനിക്ക് ഓർമ്മയില്ല, ഷബാന, അഫ്സീല, എൻ്റെ അമ്മ ഇവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഒറ്റ ഫോൾട്ടേ ഉണ്ടായിരുന്നില്ല, പൊട്ട് വെക്കാൻ വിട്ടില്ല. പക്ഷെ അന്ന് എൻ്റെ ബാച്ചിലുണ്ടായിരുന്ന എല്ലാവരെയും പൊട്ട് വെക്കാൻ അവരെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് അടിക്കുകയും ചെയ്തു. അതേപോലെ ഒപ്പനൊക്കെ പാട്ടുപാടിയ ഞാനാണ്. ഇവർ കളിച്ചു, ഉപ്പരൊക്കെ ഞാൻ പാട്ടുപാടി. അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ എന്തുകൊണ്ട് പറ്റൂല. അപ്പോൾ മാർഗം കളി, അതുപോലെ എനിക്ക് മാർഗം കളി അറിയില്ല. 10ാം ക്ലാസ്സിലെത്തുന്ന സമയത്ത് മാർഗം കളി കളിക്കാൻ കൂടി എൻ്റെ പൊന്നോ, ഒറ്റത്തവണയെ ഞാൻ കളിച്ചിട്ടുണ്ട്. ഭയങ്കര പാടാണ് മക്കളെ, കൈകൊട്ടിക്കളി പോലും അല്ല കേട്ടോ. കൈകൊട്ടിക്കളി ഈസി എന്നല്ല, എന്നാലും അത് കുറച്ച് പാടാം. എന്ന് പറയുന്ന സമയത്ത് അയ്യോ കുറച്ച് പാടാണ്. എനിക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അമ്പോ കാണുന്നവർ ചട്ടയും മുണ്ടും എടുത്തിട്ട് ഇവൾ എന്താ ഇങ്ങനെ തുള്ളുന്നതെന്നൊക്കെ പറയായിരിക്കും. പക്ഷെ അതൊന്ന് കളിച്ച് കാണിച്ചു തരണം. കാലിൻ്റെ അടി ഭാഗം ഉണ്ടല്ലോ, പൊട്ടും അടി ചവിട്ട് വരുന്നത്, എല്ലാ കാലക്കും അതിൻ്റേതായ വ്യത്യാസമുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ ചിലവർ പറയുന്നതിനോട് ഇപ്പം ഞാൻ പറയുന്ന എല്ലാവരും അംഗീകരിക്കണം എന്നില്ല. ഇപ്പൊ ഞാനിപ്പോ ഈ ഇന്റർവ്യൂ കാണുന്ന സമയത്ത് പലരും പറയും ഇവൾ എന്തെന്ന് തിരുവാതിര സംഭവം പറഞ്ഞാൽ തന്നെ അംഗീകരിക്കണം എന്നില്ല. പക്ഷെ അംഗീകരിക്കുന്ന ഇന്ന് കോമ്പറ്റീഷനിൽ ഇറങ്ങുന്ന എല്ലാ ടീമുകളും അംഗീകരിക്കും. കാരണം എല്ലാം വളരെ നല്ല ടീമുകളാണ്, വളരെ നന്നായിട്ട് മനസ്സിലാക്കാം. കാരണം ഈ യൂട്യൂബ് കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം അത്. കാരണം സെർച്ച് ചെയ്യാൻ പറ്റും. ഒരു ജഡ്ജ് പറയുന്നത് തന്നെ ഫുള്ളായിട്ട് ശരിയാണോ എന്ന് സെർച്ച് ചെയ്യാൻ ഇന്നത്തെ കുട്ടികൾക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ നന്നായി സെർച്ച് ചെയ്യും. സപ്പോസ് ഇന്ന് കുറ്റം പറഞ്ഞവർ തന്നെ നാളെ മറ്റൊരു സ്ഥലത്ത് പോയി അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് ആ ടീച്ചർ പറഞ്ഞിട്ടില്ലേ ഈ കാര്യം എന്ന് ചിന്തിക്കാൻ പറ്റും. ആ ഒരു ഗുണം യൂട്യൂബ് കാരണം കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കുട്ടികളും ഇന്ന് അറിയാത്തവരല്ല. ഒരു ജഡ്ജിനോട് ഞാൻ എൻ്റെ മക്കളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കലാകാരികളോട് മത്സരം കഴിഞ്ഞിട്ട് അമ്മ പറയും, മക്കളെ ഞാൻ ഈ എഴുതുന്ന പേപ്പർ എനിക്ക് അടുപ്പിൽ കൊണ്ടുപോയി കത്തിക്കാനുള്ളതല്ല, എനിക്ക് സൂക്ഷിക്കാനില്ല. നിങ്ങളുടെ ഫോൾട്ടുകളും നിങ്ങളെ പ്ലസ് പോയിൻ്റ് എഴുതുന്ന അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഞാനിവിടെ വെക്കും, എടുക്കുക വായിച്ചു. പക്ഷെ മറ്റുള്ളവരത് എടുക്കണ്ട. നിങ്ങളത് എടുത്തിട്ട് നിങ്ങളെ ഫോൾട്ട് തിരുത്തുക, നിങ്ങളെ മാർക്ക് നോക്കുക, എന്നിട്ട് അതിലെ സംശയം എന്താണ് ഒന്ന് നോക്കുക. പിന്നെയോ ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് തോന്നില്ലെങ്കിൽ അതെടുത്ത് നിങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടാവുമല്ലോ, ആ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ആ വീഡിയോയിലൊന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്ക് മെസ്സേജ് ചെയ്യുക. അന്നേരം നമുക്ക് പറയാം. പക്ഷെ ഇതുവരെ എഴുതി വെച്ചുള്ള ഫോൾട്ടുകൾ കറക്റ്റായിട്ട് തന്നെ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു വിമർശനവും വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. നോർമലി മറ്റുള്ള കോമ്പറ്റീഷൻ വെച്ച് നോക്കുമ്പോൾ ഇടിയാണ്, കരച്ചില്, ഭയങ്കര കരച്ചിൽ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആകെ വിഷമം പറ്റിയ ഒരേ ഒരു ജഡ്ജ്മെൻ്റാണ് ആ ഒരു കായംകുളത്തുള്ള. കാരണം ഒരു പക്ഷേ ഞാൻ കുറച്ചും കൂടി ബോൾഡായിട്ടുണ്ടെങ്കിൽ അന്ന് ഈ ഒരു സംഭവം നടക്കില്ല. പക്ഷേങ്കിൽ ചില സമയത്ത് ഈ പറയുന്ന പോലെ തിരുവാതിരയാണ് കൈകൊട്ടിക്കളി എന്ന് മൈക്കിലെ കൂടി അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന ഒരു ജഡ്ജിൻ്റെ അടുത്ത് പബ്ലിക്കായിട്ട് അത് പറയുമ്പോൾ നിങ്ങൾക്ക് ആ മൈക്ക് എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വലിക്കാൻ വേണ്ടി പറ്റൂലല്ലോ. അപ്പോൾ ആ ഒരു സന്ദർഭമായിരുന്നു. പിന്നെ എന്താണെന്നറിയില്ല, അന്ന് തിരുത്തി കൊടുത്തില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരുത്തി കൊടുത്തു. പക്ഷെ തിരുത്തി കൊടുത്ത് കുറച്ച് പറയുമ്പോഴത്തേക്ക് തന്നെ ഉണ്ടായില്ല. അപ്പോൾ പിന്നെയോ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ ഞാൻ ഒരാൾ മാത്രം ഇങ്ങനെ ഉണ്ടായി. അപ്പോൾ പറയാതെയും പോകാൻ പറ്റൂല, ഫുള്ള് പറഞ്ഞും കൊടുക്കണം. പിന്നെ ഒളിഞ്ഞു നിന്ന് വീഡിയോ എടുക്കുന്നവരുടെ അടുത്ത് പിന്നെ എന്തു പറയാൻ വേണ്ടി പറ്റും, നമുക്കറിയുന്നില്ലല്ലോ. ഞാനിപ്പോൾ കൂളായിട്ട് ജഡ്ജ്മെൻറ്റ് ചെയ്യുമ്പം പോലും ഞാൻ എൻ്റെ കണ്ണിൻ്റെ ചലനങ്ങളും ഇങ്ങനെയാക്കുന്നതും എടുക്കാൻ വേണ്ടിയാണ്. നമ്മളത് ശ്രദ്ധിക്കത്തില്ല. പക്ഷേ ആളുകൾ എന്താ പറയുക, ടീച്ചർ കറക്റ്റായിട്ട് ക്യാമറ നോക്കിയിട്ട് ഇങ്ങനെയാക്കുന്നുണ്ട് എന്നാ പറയാ അല്ലേ. അപ്പോൾ അതേപോലെ ഈ പരിപാടിക്ക് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പം കൂളായി നിന്ന് എന്തൊക്കെ ഞാൻ ഫോൾട്ടുകൾ പറയുന്നുണ്ട് എന്ന് ഒപ്പിയെടുത്ത് ചിലവരെന്ത് ചെയ്തു അത് വയല. അപ്പോൾ ഒരാൾ പറയുമ്പോൾ എന്ത് ചെയ്യുക, മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുക. ഇവളാണ് അങ്ങനെ ഇങ്ങനെ അങ്ങനെ. ഇപ്പോൾ പിന്നെ കുറച്ച് കൂടുതലായി, സോഷ്യൽ മീഡിയയിൽ വൈറലായതുകൊണ്ട് അത് കുറച്ച് കൂടുതലായിട്ട് വരാൻ തുടങ്ങി. പക്ഷേ അവരെ ഞാൻ കുറ്റം പറയില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്കെ, നീ എല്ലാ ദിവസവും രാവിലെ എണീച്ച്
മോള് എല്ലാ ദിവസവും രാവിലെ എണീച്ച് വീഡിയോ ഒരു ഇൻസ്റ്റാഗ്രാമിൽ സാറ്റർഡേ സൺഡേ വീഡിയോ എടുക്കുന്നു, വീഡിയോ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നോക്കുന്നു, കാണുന്നത് എൻ്റെ മോന്ത. അടുത്ത ദിവസം എടുക്കുന്നു, പിന്നെയും എൻ്റെത്. എന്ത് സെർച്ച് ചെയ്യുമ്പോൾ ഇത് തന്നെ ഒരു അടുപ്പിച്ചൊരു 4 ദിവസം കാണാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഫീലിംഗ് എന്തായി. ഞാൻ എൻ്റെ ഫീലിംഗ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇന്ന് ട്രെയിനിൽ നിന്ന് വരുമ്പോൾ എൻ്റെ കൂടെ 2 മക്കൾ വന്നിട്ടുണ്ട്, അശ്വതി, നിരഞ്ജന. എൻ്റെ സ്റ്റുഡൻസും കൂടിയാണ്, ജഡ്ജസും കൂടി വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വരുന്ന സമയത്ത് ട്രെയിനിലൊരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ കണ്ട ഉടനെ ടീച്ചറല്ലേ? ഞാൻ പറഞ്ഞു അതെ. ഇപ്പോൾ ടീച്ചർ കണ്ടിട്ടേ ഉള്ളൂ? അതെ, ഓക്കെ, സന്തോഷം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഓ സമയം എത്രയായി, മാഷെ ഒന്ന് കാണണ്ടേ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് തുടങ്ങി എൻ്റെ അവരൊക്കെ ദേഷ്യം കയറി വരിക എന്ന് പറയുന്നില്ലേ, അരിശം കയറി വരിക. ഞാൻ ഇവരോട് പറയും, മക്കളെ ഈ സാധനത്തിനെ കണ്ട എന്നെ തന്നെ ഞാൻ പറയും, ഈ സാധനത്തിനെ ഇടുന്ന് ഒഴിവാക്കണമെന്നാണ് വേണ്ടത്. സ്വാഭാവികമായിട്ട് തോന്നിപ്പോവും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ഈ തള്ളേനെ ഒന്ന് ഒഴിവാക്കാൻ പറ്റുമോ? തള്ള, ഞങ്ങളെ കണ്ണൂർ ഭാഷയിലൊക്കെ കണ്ണൂരിലുള്ളവരൊക്കെ തള്ള എന്ന് പറയുന്ന കേട്ടുമ്പോൾ വലിയ മോശം പേരാ. പക്ഷേ എറണാകുളം സൈഡിലും ട്രിവാൻഡ്രം സൈഡിലും തള്ളയെ ചോറെടുത്ത് വെച്ചാൽ എന്ന് പറയുമ്പോൾ, ഞാൻ മഹാരാജാസിൽ പഠിച്ച വ്യക്തിയാണ്. ഞാൻ മഹാരാജാസിലെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് അയ്യപ്പക്കാവിലും ഈ പാലാരി വട്ടത്തൊക്കെയാണ് ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഊര് ചുറ്റുക എന്നൊരു കറക്കം എന്ന് പറയില്ലേ, അങ്ങനെ കറങ്ങുന്ന ആളാണ്. ഓരോ ജില്ലയിലും സ്റ്റേ ചെയ്ത് അടുത്ത കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കവർ ചെയ്തു. തിരുവനന്തപുരം ആണെങ്കിലും പുറത്തേക്ക് പോകുന്നുണ്ടോ? പുറത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ദുബായ് ദേരാജം കിഡ്സ് ഇന്റർനാഷണൽ സ്കൂളിൽ വർക്ക് ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ അങ്ങനെ തമിഴ്നാട്ടിലും പോയി. തമിഴ്നാട്ടിൽ സേലം, ഈറോഡ് പോണം. ഇനിയും ഇറങ്ങാൻ കുറേ ബാക്കിയുണ്ട്, പോയി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും ഞാനൊരു തെറ്റ് എന്നുള്ള രീതിയിൽ പറയുന്നില്ല. ഇനി എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളെ കുറ്റം പറയില്ല, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ. പക്ഷേ എന്നെ ഏൽപ്പിക്കുന്ന ഡ്യൂട്ടി അത് സത്യസന്ധതയോട് കൂടിയിട്ട് ചെയ്തിരിക്കും.